എത്രയും പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ ക്ലിൻറ്റ് സാംസ്കാരിക വേദിയുടെ ഈ ഒരു ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള പുതിയ ഉദ്യമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞു വെക്കുന്നു. ഇതുപോലൊരു സമയത്ത് ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ദീർഘമായ ഒരു പ്രഭാഷണം നടത്തുന്നതിനകത്ത് ഒരു അനൗചിത്യം ഉണ്ട്. പക്ഷേ ശാസ്ത്രവും മനുഷ്യ സമൂഹവും എന്ന വിഷയത്തെക്കുറിച്ച് ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമേ വളരെ കുറച്ച് സമയം കൊണ്ട് ഇവിടെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ശാസ്ത്ര വിഷയങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയതൊന്നുമല്ല. നമ്മളെല്ലാവരും സ്കൂൾ തലം മുതലേ ശാസ്ത്രം പഠിച്ചിട്ടുള്ളവരാണ്. ഈ കൂട്ടത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളായിട്ടുള്ളവർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തീരെ ബന്ധമില്ലാത്തൊരു വിഷയമല്ല ശാസ്ത്രം. പക്ഷേ നമുക്ക് ശാസ്ത്രം അറിയാം എന്ന് തോന്നിക്കാൻ പോകുന്നതൊന്നും തന്നെ നമ്മുടെ സമൂഹത്തിൽ പൊതുവിൽ കാണാറില്ല. അല്ലെങ്കിൽ സമൂഹത്തിൽ മനുഷ്യർ എങ്ങനെയാണ് ഇടപെടുന്നത്, പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൽ ശാസ്ത്രം അറിയാം എന്നൊരു തോന്നൽ ഉണ്ടാക്കില്ല. അതിൽ നമ്മുടെ പഠനത്തിന് വലിയൊരു പങ്കുണ്ട്. ഞാനൊരു പണ്ട് സ്കൂൾ ക്ലാസ് പോലെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പ്രചരിച്ചിട്ടുള്ളൊരു തമാശ പറഞ്ഞു തുടങ്ങാം. അതായത് ഇത് ഈ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസിൻ്റെ പരസ്പരം തർക്കം നടക്കുമല്ലോ, തമാശയ്ക്കുള്ള തർക്കങ്ങൾ. അപ്പോൾ അതിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു മമ്മൂട്ടി ഫാനോ മോഹൻലാൽ ഫാനോ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇതൊരു പ്രത്യേക നടൻ്റെ ഫാൻ മറ്റൊരു നടനെ കളിയാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ തമാശയാണ്. പക്ഷെ ഇവിടെ അതിന് നടന്മാരുടെ പേരുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. കഥ അങ്ങനെയാണെന്നുള്ളതുകൊണ്ട് ഞാൻ ആ പേര് വെച്ച് പറയുന്നേ ഉള്ളൂ. മോഹൻലാൽ മമ്മൂട്ടിയോട് ചോദിക്കുകയാണ്, നമുക്ക് വെറും വയറ്റിൽ എത്ര പഴം തിന്നാൻ പറ്റും? മമ്മൂട്ടി പറഞ്ഞു 5 പഴം വരെ തിന്നാൻ പറ്റും. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, അയ്യേ, ഒരു പഴം കഴിച്ചാൽ പിന്നെ വെറും വയറല്ലല്ലോ, അപ്പോൾ 5 പഴം കഴിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് മമ്മൂട്ടിക്ക് മനസ്സിലാവുക, ശരിയാണല്ലോ, ഒരു പഴം കഴിച്ചാൽ പിന്നെ വെറും വയറല്ല, പിന്നെ ബാക്കി പഴങ്ങളൊന്നും വെറും വയറ്റിലല്ല കഴിക്കുന്നത്. മമ്മൂട്ടിക്ക് ചെറിയൊരു ചമ്മൽ തോന്നി. പുള്ളി ഇത് മനസ്സിൽ വെച്ചിരുന്നു. പക്ഷേ എന്നാൽ ഈ ചോദ്യം കൊള്ളാം, തമാശ നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് പുള്ളി വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, എടി വെറും വയറ്റിൽ എത്ര പഴം തിന്നാം? ഭാര്യ പറഞ്ഞു 3 പഴം. മമ്മൂട്ടി പറഞ്ഞത് 5 പഴമായിരുന്നെങ്കിൽ ഒരു തമാശ ഉണ്ടായിരുന്നു. ഒരു തമാശയെ നമ്മൾ വിശദീകരിച്ചാൽ പിന്നെ തമാശ ഇല്ലാതായി എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ ഞാൻ ഈ തമാശയെ വിശദീകരിക്കാൻ പോവാം. ഇവിടുത്തെ തമാശ എന്താണ്? അതായത് നമ്മൾ കേട്ട്, നിങ്ങൾ പലരും ചിരിച്ചു ഇത് കേട്ടിട്ട്, ആദ്യമായിട്ട് കേൾക്കുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് ചിരി വരുത്തുന്ന ആ ഘടകം ഏതാണ് ഈ കഥയിലെ? ആ ഘടകം ഇവിടെ മമ്മൂട്ടി എന്ന പേരിൽ വിളിക്കുന്ന ആ കഥാപാത്രം ഒരു കഥ, തമാശ കഥ പരിചയപ്പെട്ടിട്ട് അത് വേറൊരാളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാണ്. പക്ഷേ ആ തമാശ കഥയിൽ എന്താണ് ശരിക്കുള്ള തമാശ എന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. പുള്ളി ആ 5 പഴത്തിലാണ് ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് 3 പഴം എന്ന് കേട്ടപ്പോൾ പുള്ളിയുടെ തമാശ വർക്ക് ചെയ്യാത്തത്. പക്ഷേ ആക്ച്വലി ഒന്നിനേക്കാൾ വലിയ എത്ര സംഖ്യ ഏത് സംഖ്യ പറഞ്ഞാലും ഈ തമാശ വർക്ക് ചെയ്യും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ 5-ലായിപ്പോയി, ആ ആശയത്തിലല്ല. ഇത് നമ്മൾ എന്താ പഠിക്കേണ്ടത്? നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലെന്തൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്? എന്തൊക്കെയാണ് നമ്മൾ അവഗണിക്കുന്നത്? ഇത് വളരെ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ചാനൽ തുറന്നാൽ എന്തെല്ലാം വാർത്തകളാണ്, നമ്മൾ എന്തെല്ലാം മനുഷ്യരെ കാണുന്നു, മനുഷ്യർ പറയുന്ന എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കുന്നു. ഒരു മരണ വീട്ടിലേക്കോ ഒരു കല്യാണ വീട്ടിലേക്കോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യർ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിലെന്തെങ്കിലും വേർതിരിവുണ്ടോ? എല്ലാ വിഷയവും ഇവിടെ എടുക്കും, എന്തും എടുക്കും. സാമ്പത്തിക ശാസ്ത്രം, ആരോഗ്യം, ക്വാണ്ടം കമ്പ്യൂട്ടിങ്, AI എല്ലാം സംസാരിക്കും. ഇതിലേതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിപ്പിക്കുമ്പോഴും എന്താണ് ഇതിൽ ശരിക്കും നമ്മൾ പഠിക്കേണ്ടത്? ഇതൊരു വലിയ നിർണായകമായിട്ടുള്ള പലപ്പോഴും നമ്മുടെ സ്കൂളിൽ അത് മിസ്സിങ് ആണ്. അതിൻ്റെ കാരണം നമ്മൾ വിശദാംശങ്ങളിലാണ് ശ്രദ്ധ പഠിക്കുന്നത്. ഞാനൊരു അധ്യാപകനായതുകൊണ്ട് എനിക്കറിയാം, എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇതിനൊരു നീന്തൽ ആയിട്ട് ഉപമിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലോ കോളേജിലുള്ള പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ പാഞ്ഞ് വന്ന് വെള്ളത്തിലേക്ക് അങ്ങ് വീഴുകയാണ്. എന്നിട്ട് നമ്മൾ കൈകാലിട്ടടിക്കും.
നമ്മൾ ഈ വീണേക്കുന്നത് വെള്ളത്തിലാണെന്നേ നമുക്കറിയാം. ഇത് കടലാണോ തോടാണോ കായലാണോ അങ്ങനെ ഒരു ധാരണയും നമുക്കില്ല. നമ്മൾ എവിടെയാണെന്നറിയാതെ ചാടുന്നു, ചുറ്റും വെള്ളമാണ്. നിങ്ങൾ കടലിൽ ചാടിയാലും തോട്ടിൽ ചാടിയാലും എല്ലാം ചുറ്റും വെള്ളമാണ്. പക്ഷേ ഇതിൻ്റെ കരയിൽ നിന്നിട്ട് ഈ കുളം എത്ര വലിപ്പമുണ്ട്, ഇതിലെവിടെയാണ് ഒഴുക്ക്, എവിടെയാണ് ചുഴി, ഇതിനെത്ര ആഴം വരും, ഇതിനെക്കുറിച്ചിട്ടൊരു മൊത്തത്തിലുള്ളൊരു ചിത്രം, അല്ലെങ്കിൽ ഇതിൻ്റെ ഏത് വശത്താണ് പാറയുള്ളത്, ഏത് വശത്താണ് ചരിവുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം അറിയുമ്പോഴാണ് ആ കുളത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ചാടാൻ പോകുന്ന ജലാശയത്തെക്കുറിച്ച് മൊത്തത്തിലൊരു പിക്ചർ നമുക്ക് കിട്ടുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഇങ്ങനൊരു പിക്ചർ നമുക്കില്ല. നമ്മൾ നേരെ വന്നങ്ങ് ചാടുകയാണ്. ഫിസിക്സ് ക്ലാസ്സിലേക്ക് നേരെ ചാടും. ന്യൂട്ടൻ്റെ ചലന നിയമം. എന്തിന് ന്യൂട്ടൺ എന്തിനാണ് ഈ ചലന നിയമം കണ്ടുപിടിച്ചത്? നമ്മൾ ലോകത്ത് എന്തൊക്കെ നമ്മൾ കാണാതെ പോയ പേന കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളും കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ ന്യൂട്ടൺ കണ്ടുപിടിച്ചത് ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ചലന നിയമം. അതെന്താണ് ന്യൂട്ടൺ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പോയത്? നമ്മളെന്താണ് ഇതൊന്നും കണ്ടുപിടിക്കാത്തത്? നമ്മൾ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും ശാസ്ത്രജ്ഞരെക്കുറിച്ചും ഒക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു നമ്മൾ പാഠപുസ്തകം നോക്കി നമ്മൾ പഠിച്ച് വരുന്ന രീതിയിൽ കാണാൻ പഠിച്ചാൽ നമുക്ക് തോന്നുക ഈ പറയുന്ന സിദ്ധാന്തങ്ങളൊക്കെ ഈ ശാസ്ത്രജ്ഞന്മാർക്ക് കളഞ്ഞു കിട്ടിയതാണെന്നാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഐൻസ്റ്റൈൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി പുള്ളിക്ക് കളഞ്ഞു കിട്ടുന്നു. എഡിസൺ ഇങ്ങനെ നടന്നു വരുമ്പോൾ പുള്ളിക്കൊരു ബൾബ് കളഞ്ഞു കിട്ടുന്നു. അങ്ങനെ പുള്ളി ബൾബ് കണ്ടുപിടിച്ചു. ഇതിന് പിന്നിൽ ഇവരെന്താണ് ചിന്തിച്ചത്? ഇവരെന്ത് കണ്ടെത്താനാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്? ഇവർ വേറെ ജോലിയൊന്നുമില്ല ഇതിൻ്റെ പുറകെ ഇരിക്കുമായിരുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാനിന്ന് ട്രെയിനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇടയ്ക്ക് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം കലയെക്കുറിച്ചാണ്. ഇപ്പോൾ ഒരു ആർട്ട് ഗാലറി ചെന്ന് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഒരു പെയിൻറ്റിങ്ങിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് കുറേ നേരം. വേറെ ചില ആൾക്കാർ വീണ് ഇയാൾ എന്തിനാണ് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? കാഴ്ചയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? കുറേ നേരമായിട്ട് നിൽക്കുകയാണല്ലോ. കാരണം ആ വ്യക്തി കാണുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അങ്ങനെ ഒരു തലം അതിനുണ്ട് എന്നും അയാൾ എന്തൊക്കെ ആലോചിക്കുന്നുണ്ടല്ലോ. അല്ലാതെ അവിടെ പോസ്റ്റായി പോയതല്ലല്ലോ, അവിടെ നിന്നാ കാണുകയാണ്. അത് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ അതിനെ ചെറുതായിട്ടൊന്ന് കളിയാക്കുന്നുണ്ട്. ഇതിനൊക്കെ ഭയങ്കര അർത്ഥയാത്രയെന്ന് പ്രാഞ്ചിയേട്ടൻ പറയുന്നുണ്ട്. അതായത് അർത്ഥം ഉണ്ടെന്നറിയാം, പക്ഷേ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു നല്ല കാര്യമാണ്. കുറഞ്ഞത് അർത്ഥമുണ്ടെന്നെങ്കിലും സമ്മതിക്കുന്നുണ്ട്. അത് മനസ്സിലാകുന്നില്ല എന്നുള്ള സമ്മതിക്കുന്നത് ഒരു എളിമയാണ്. കാരണം നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് സമ്മതിച്ചാലല്ലേ നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഡെഡ് എൻഡാണ്. ഇനി നമുക്ക് മുമ്പോട്ട് പോക്കില്ല, ഇനിയൊന്നും പഠിക്കാനില്ലല്ലോ. നമുക്ക് സംഭവിച്ചു പോകുന്ന പലപ്പോഴും അതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തെ പൊതുവിൽ അല്ലേ ആൾക്കാർ വിദ്യാർത്ഥികൾ സ്ഥിരം ചോദിക്കുന്ന ചോദ്യം ഏത് കോഴ്സ് പഠിച്ചാലാണ് നല്ല ജോലി കിട്ടുന്നതെന്ന്. പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഉത്തരം ജോലി കിട്ടാൻ. അപ്പം ഏറ്റവും നല്ല ജോലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമാണ്, ചെയ്യാൻ എളുപ്പമുള്ള ജോലിയല്ല, നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാണ് നല്ല ജോലി. അപ്പോൾ നമ്മൾ മുഴുവൻ അതിനെ ആ രീതി റിട്ടേൺസ് എങ്ങനെയാണ് വരുന്നതെന്ന് മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ കുളത്തിലേക്ക് ചാടുന്ന കാര്യം പറഞ്ഞതല്ലേ, നമ്മൾ വെള്ളത്തിൽ കിടന്ന് കൈകാലിലടിക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന പാറയും തൊട്ടടുത്ത് കൂടെ നീന്തുന്ന ആളിനെയും മാത്രം കാണുന്നതാണിത്. ഈ കുളം എവിടെയാണ്, ഈ കുളത്തിൽ എത്ര നാൾ നീന്താൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ഈ കർഷക സമരം വന്ന സമയത്ത് എന്നെ ഞെട്ടിപ്പിക്കുന്ന, ഇപ്പോൾ എനിക്ക് ഞെട്ടൽ തോന്നുന്നില്ല, ഒരു ചോദ്യം ഒരാൾ ചോദിക്കുകയുണ്ടായി, എന്തിനാണ് ഇനി കർഷകർ? പച്ചക്കറി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുമല്ലോ അല്ലേ? പണ്ട് നമ്മുടെ ആൾക്കാർ കൃഷി ചെയ്ത് കൃഷിയിടത്തിൽ നിന്നും പച്ചക്കറി കൊണ്ടുവന്ന് പാചകം. ഇപ്പം കൃഷി ചെയ്യണ്ടല്ലോ, സൂപ്പർ മാർക്കറ്റിലുണ്ടല്ലോ, വാങ്ങിച്ചാൽ പോരെ. ഇതൊരു ഷോർട്ട് ടേം തിങ്കിങ് ആണ്. വലിയ സ്കെയിലിൽ ആലോചിക്കാതെ തൊട്ടടുത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും, അതായത് സൂപ്പർ മാർക്കറ്റിൽ നിന്നും പച്ചക്കറി വന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം എനിക്ക് കുഴപ്പമില്ല, ടാപ്പിൽ നിന്നും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നിടത്തോളം എനിക്ക് കുഴപ്പമില്ല, ടാങ്കിൽ വെള്ളം നിറയുന്നുണ്ടോ ഞാൻ അന്വേഷിക്കുന്നില്ല. ഇപ്പോൾ പമ്പ് കേടായി പറയണം, എന്തിനാണ് പമ്പ് നന്നാക്കുന്നത്? ടാപ്പിൽ ഇപ്പോഴും വെള്ളം വരുന്നുണ്ടല്ലോ. പക്ഷേ ഇത് തീരുമെന്നും ടാങ്കിൽ വെള്ളം നിറയണമെങ്കിൽ പമ്പ് വർക്ക് ചെയ്യണമെന്നുള്ള കാര്യം ആലോചിക്കുന്നത്. ഇതൊരു ഷോർട്ട് ടേം തിങ്കിങ്ങിൻ്റെ ഫലം. നമ്മൾ പഠിക്കുമ്പോൾ ഈ എന്തിനാണ് ഏതിനാണ് ഈ ആൾക്കാർ എന്തിനൊക്കെയാണ് കണ്ടുപിടിച്ചത്, ഇതെന്താണ് അവരെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതെ നമ്മൾ നേരെ എടുത്ത് ചാടി ശീലിച്ചത് കൊണ്ടാണ് നമുക്കിതൊന്നും മനസ്സിലാവാത്തത്. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യം അറിയാമെന്ന് പറയണമെങ്കിൽ നമുക്ക് ആ അറിവ് എവിടെയെങ്കിലും പ്രയോഗിക്കാൻ പറ്റണം. പക്ഷേ നമ്മൾ സ്കൂളിലോ കോളേജിലോ എത്ര പേർക്ക് കോൺഫിഡൻസോടെ നമ്മൾ പറയാൻ പറ്റും സ്കൂളിൽ പഠിച്ച അറിവുകളെല്ലാം എനിക്ക് പ്രയോഗിക്കാൻ പറ്റും. പരീക്ഷയ്ക്ക് നല്ല മാർക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് +2 പഠിക്കുന്ന ഒരാൾ ഒരു 90% മാർക്കുമായിട്ട് പാസ്സായി. അതിൻ്റെ അർത്ഥം +2 പഠിക്കാനുണ്ടായിരുന്ന കാര്യങ്ങളുടെ 90% അയാൾക്കറിയാം എന്നാണോ?
ഞാൻ +2 കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ പഠിപ്പിക്കുന്ന ആളാണ്. ഞാൻ ഈ ചോദ്യം സ്ഥിരം എല്ലാ ഫ്രഷ് ഇയർ ബാച്ചിനടുത്തും ചോദിക്കാറുണ്ട്. അവരെല്ലാം ഇങ്ങനെ മുഖം കുനിക്കും. ഞാൻ പറയും, നാണിക്കണ്ട, നിങ്ങൾക്കും എനിക്ക്, ഇത് ജോർജ് കുട്ടി പറഞ്ഞ പോലെ എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യമൊന്നുമല്ല, നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും അറിയാം. എന്ത് +2 90% മാർക്ക് കിട്ടിയെന്ന് ഞാൻ +2 പഠിക്കാനുള്ള കാര്യങ്ങളുടെ 90% അറിയാമെന്നൊരു അർത്ഥം ഇല്ല. എന്നിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, ശരിക്കും എത്ര ശതമാനം അറിയാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? സ്വയം അസസ് ചെയ്യുക. എത്ര ശതമാനമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾക്കൊരു പ്രതീക്ഷ 90% മാർക്കുണ്ട്, പക്ഷേ 90% കാര്യങ്ങൾ അറിയണമെന്നതിന് അർത്ഥമില്ല. എത്ര ശതമാനം അറിയാമായിരിക്കും? ഒരു നമ്പർ പറയാമോ ആരെങ്കിലും? ആർക്കും പറയാൻ ധൈര്യമില്ലേ? സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പറയോ? 80%? 60? എത്ര ശതമാനം അറിയായിരിക്കും? 30 പിടിക്കാം. ഓക്കെ 30 പറഞ്ഞ ആൾക്കാരുണ്ട്, 10 പറഞ്ഞ ആൾക്കാരുമുണ്ട്. 90% മാർക്കുള്ള ആളുകളിൽ പലരും കോഴ്സിൻ്റെ 10% പറഞ്ഞിട്ടുണ്ട് രഹസ്യമായിട്ട്. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ യാഥാർത്ഥ്യം. ഇനിയൊരു കാര്യം കൂടെ ഉണ്ട്, വെറുതെ ഒന്ന് കൊനസ്റ്റാക്കാൻ വേണ്ടി ചോദിക്കും. ഒരു കാര്യം എത്രത്തോളം അറിയാമെന്ന് എനിക്ക് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും എനിക്കറിയണ്ടേ? അത്രയും പോലും അറിഞ്ഞുകൂടെങ്കിലും. അതായത് എനിക്ക് എത്രത്തോളം കാര്യങ്ങൾ അറിയാമെന്ന് എനിക്കൊരു വിലയിരുത്തണമല്ലോ. ഇപ്പം നമ്മളൊരാൾ, ഒരു കുട്ടിക്ക് എത്രയൊക്കെ വിഷയം അറിയാമെന്ന് ഒരു ടീച്ചർ അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടീച്ചറിന് ആ വിഷയം അറിയാവുന്നതുകൊണ്ടാണ്. കൂടെ പഠിക്കുന്ന കുട്ടിക്കോ അയാളുടെ ജൂനിയറായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്കോ ഈ കുട്ടിക്ക് എത്ര കാര്യങ്ങൾ അറിയാമെന്ന് അസസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ സ്വയം അസസ് ചെയ്യുമ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് 10% കാര്യങ്ങളെ അറിയാവൂ. അപ്പോൾ ഈ 10% അറിയാമെന്ന് ഞാൻ പറയുന്നതിനുള്ളൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടല്ലോ, അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ? അപ്പോൾ ശരിക്കും ഇത് 10% തന്നെയാണോ? അതാ ഞാൻ പറഞ്ഞത്, ഒന്ന് കുഴയ്ക്കാൻ വേണ്ടി ചോദിച്ചു എന്നുള്ളൂ. മനസ്സിൽ ആ ചോദ്യം ഒന്ന് മനസ്സിലിട്ടിരുന്നാൽ മതി. പലപ്പോഴും അങ്ങനെയാണ്, ആളുകൾക്ക് ഒരു പ്രത്യേക വിഷയത്തിൽ അറിവ് കൂടുന്തോറും കോൺഫിഡൻസ് കുറയും. കാരണം നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് പഠിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അറിയാമെന്നും നമുക്ക് എത്രത്തോളം അറിഞ്ഞുകൂടാന്നും ഈ വിഷയത്തിൽ എത്രത്തോളം വിശദാംശങ്ങളും സങ്കീർണതകളും ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് ആ വിഷയത്തിൽ കോൺഫിഡൻസ് കുറയും. അപ്പോൾ നല്ല കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് ഒന്നുകിൽ എക്സ്ട്രീംലി ഹൈ നോളജാണ്, അല്ലെങ്കിൽ എക്സ്ട്രീംലി ലോ നോളജാണ്. കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾക്ക് കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, നമ്മുടെ ചാനൽ ചർച്ചകളിലിരുന്ന് വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന ആളുകളിൽ എപ്പോഴെങ്കിലും കോൺഫിഡൻസ് കുറവുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും സംശയം അവർ പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉറപ്പുള്ള പ്രസ്താവനകളല്ലാതെ സംശയം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ 2 സാധ്യതകളുള്ളൂ. ഒന്നുകിൽ അവർ സംസാരിക്കുന്ന വിഷയത്തിൽ അവർക്ക് എക്സ്ട്രീംലി ഹൈ പ്രൊഫഷണൽ എക്സ്പേർട്ട് ലെവൽ നോളജ് ഉണ്ട്, അല്ലെങ്കിൽ തീരെ പിടിയില്ല. ഇതിലേതാണ് കൂടുതൽ വിശ്വസനീയമായ അവസ്ഥ? ഇതിൽ ആദ്യത്തേത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ ആൾ ആ വിഷയത്തെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യാൻ വരാവൂ. പക്ഷേ ഈ വിഷയം തന്നെയാണ്, ഈ ആൾ തന്നെയാണ് എല്ലാ വിഷയങ്ങളും ഇതേ കോൺഫിഡൻസോട് കൂടി ചർച്ച ചെയ്യുന്നത്. അതിനകത്താണ് നമ്മൾ സംശയിക്കേണ്ടത്. ഇപ്പോൾ ഒരാൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് ഭയങ്കരമായി സംസാരിക്കുന്നു, അയാൾ വേറൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഓക്കെ, സംശയിക്കാം, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് പുള്ളിക്ക് എന്തൊക്കെയോ കാര്യമായിട്ട് അറിയാം. മറിച്ച് പിറ്റേ ദിവസം പുള്ളി വിമാനയാത്രയെക്കുറിച്ച് സംസാരിക്കുകയാണ്, അതിൻ്റെ പിറ്റേ ദിവസം പുള്ളി സാമ്പത്തിക ശാസ്ത്രം സംസാരിക്കുകയാണ്, അതിൻ്റെ പിറ്റേ ദിവസം പുള്ളി കള്ളക്കടത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ്, ഇതേ കോൺഫിഡൻസോടുകൂടി. ഇതൊരു റെഡ് മാർക്ക്. പക്ഷെ നമ്മളിതിനെ മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. നമുക്ക് വാർത്തകളല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് വാർത്താ വിശകലനങ്ങളാണ്. അതായത് ഈ വാർത്ത കേട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണമെന്ന് ഒരാൾ പറഞ്ഞു തന്നാൽ നമ്മൾ അത് മനസ്സിലാക്കാം. അല്ലാതെ ഈ വാർത്ത പരിശോധിച്ച് സ്വന്തമായി ഒരു മനസ്സിലാക്കൽ ഉണ്ടാക്കാനൊന്നും വയ്യോ, അതിനൊക്കെ ഭയങ്കര സമയമെടുക്കും. ശരിയാണോ അല്ലേ? നമ്മുടെ ഒരു മനോഭാവം ഇതല്ലേ? നമുക്ക് മെനക്കെടാൻ വയ്യ. കാരണം എല്ലാം ചുറ്റും ഈ ക്യാപ്സ്യൂളായിട്ട് നമുക്ക് കിട്ടുകയാണ്. നമുക്ക് അതിനുവേണ്ടി ഇങ്ങനെ ചിലവഴിക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളടുത്ത് പറയാറുണ്ട്, ഞങ്ങൾക്ക് ചില ഭാഗ്യങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ ജനറേഷൻ. ഭാഗ്യം ഈ വിളിക്കുന്ന ഒരുപാട് പേര് എൻ്റെ ജനറേഷൻ തന്നെ ആയിരിക്കും. നമ്മുടെ പ്രത്യേകത, നമ്മൾ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും കുറേ കഴിയുമ്പോൾ ഒന്നും ചെയ്യാനില്ലാതാവും. കാരണം ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് തീരും. ക്രിക്കറ്റ് കളിക്കാൻ പോവാം, പാടത്ത് കളിക്കാൻ പോവാം, മാവിലെറിയാൻ പോവാം. ഇതെല്ലാം കഴിഞ്ഞാലും കുറേ കഴിയുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ ഇരുട്ടും. വീട്ടിൽ പിന്നെ നമ്മൾ മാത്രമേ കാണൂ. പിന്നെ ഒരു നിവൃത്തിയില്ലാതുകൊണ്ട് നമ്മൾ പുസ്തകം എടുത്ത് പഠിക്കും. ഇപ്പോൾ ഫ്രീ ടൈം ഉണ്ടാകില്ല. നിങ്ങൾ നേരെ വരുന്നു, ഫോൺ എടുക്കുന്നു, വെറുതെ 2 റീൽ കാണാൻ തീരുമാനിക്കുന്നു. റീലിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു, മണിക്കൂറുകളോളം റീലോട് റീൽ. കുറേ കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നു,
നേരെ ഒരുപാടായി. റീലില്ലെങ്കിൽ 10 മണിക്ക് ഉറങ്ങാൻ സാധ്യതയുള്ള ആൾ റീലും കൊണ്ട് ചിലപ്പോൾ 2 മണി വരെ സ്ക്രോൾ ചെയ്യും. ഓരോ പുതിയ പുതിയ ഐറ്റംസ്. അത് ചിലപ്പം നമ്മൾ കാണുന്ന റീലിനേക്കാൾ കൂടുതൽ നമ്മൾ ആസ്വദിക്കുന്നത് ഇനി എന്തോ വലിയ റീൽ വരാൻ പോകുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ്. അതിനാണല്ലോ നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുന്നത്. ഒരു റീല് മോശമാണെങ്കിലും കുഴപ്പമില്ല, അടുത്തത് നല്ലതായിരിക്കും. ഈ പ്രതീക്ഷയിലാണ് നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുന്നത്. അങ്ങനെ വേണമെങ്കിൽ 100 ചീത്ത റീലുകൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത റീല്. നമ്മളെ പ്രതീക്ഷ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മളെ ഈ ടെക്നോളജിയൊക്കെ ഉണ്ടാക്കിക്കുന്ന ആൾക്കാർ നമ്മളെ കൊണ്ട് പെടുത്തിയേക്കുന്ന ചില ട്രാപ്പുകളാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ലോങ് അറ്റൻഷൻ പാടില്ല. നിങ്ങൾ പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമുക്കൊന്നിലും തൃപ്തി വരില്ല. ഇപ്പോൾ ഒരു OTT പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ യൂട്യൂബിൽ വെറുതെ നമ്മൾ കയറിയതിന് ശേഷം നമ്മൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കാൻ എത്ര സമയമെടുക്കും? ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞപ്പോൾ നെറ്റ്ഫ്ലിക്സ് എന്നൊരു സംഗതിയിൽ കയറുന്നു. കഴിക്കാൻ നേരത്ത് വല്ലതും കാണാമെന്ന് കരുതിയാണ് ഫുഡ് എടുത്തുകൊണ്ട് വന്നിരുന്നില്ല, നെറ്റ്ഫ്ലിക്സിൽ കയറുന്നു. ഓക്കെ, ഏത് കാണണം തീരുമാനിക്കുമ്പോഴത്തേക്കും ഫുഡ് തീരും. കാരണം ടു മെനി ചോയ്സസ്. ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരു സാധാ തട്ടുകട ചെല്ലുന്നു, അവിടെ ഇഡ്ഡലിയും ദോശയും മാത്രമേ ഉള്ളൂ. എന്ത് എടുത്താലും ചമ്മന്തിയാണ് കൂടെ. ഓക്കെ, നിങ്ങളിതിന് ഇഡ്ഡലി കഴിക്കും അല്ലെങ്കിൽ ചമ്മന്തി കഴിക്കും. വേറൊരു ഹോട്ടലിനകത്ത് വലിയ 5 പേജുള്ള മെനു ആണ്, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഓക്കെ, ഇതിലേത് കഴിക്കണമെന്ന് തീരുമാനിക്കാൻ കുറേ സമയം എടുക്കും. മിക്കവാറും ഇത് മുഴുവൻ വായിച്ചു നോക്കിയിട്ട് അവസാനം ഇതിലെങ്കിലും എളുപ്പം സ്ഥിരം നമ്മൾ പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി പറയും. അങ്ങനെ എന്തെങ്കിലും ഐറ്റം നമ്മൾ, കാരണം നമുക്കിത് ചൂസ് ചെയ്യാൻ വയ്യ, മെനക്കെട്ട് പോകും. ഇതെല്ലാം കഴിഞ്ഞിട്ട് സാധനം വരുമ്പോൾ തൊട്ടടുത്ത ടേബിൾ ഇരിക്കുന്നതിന് വരുന്ന സാധനം അത് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നും. നമ്മൾ നമ്മുടെ ചോയ്സിൽ സാറ്റിസ്ഫൈഡ് അല്ല. ഈ ഇഡ്ഡലി ചമ്മന്തി മാത്രമുള്ളിടത്ത് പോയി കഴിച്ചാൽ നമുക്ക് ഈ കൺഫ്യൂഷൻ വരില്ല, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, നമ്മളിങ്ങനെ ഈ ചോയ്സസിൻ്റെ ഇടയിൽ പെട്ടുപോയി. ഓക്കെ, അപ്പോൾ ഇത് ഞാനീ പറഞ്ഞു വരുന്നത് നമ്മുടെ ചിന്താഗതിയുടെ ഒരു പ്രശ്നം ഇവിടെ ഇങ്ങനെ നിഴലിക്കുന്നുണ്ട്. അത് നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വരുമാനത്തിന് വേണ്ടി മാത്രമാണ്. ഈ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുക. എപ്പോഴും ആലോചിക്കുന്നത് ജോലി കിട്ടുന്നതിനെക്കുറിച്ചാണ്. ജോലി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചനയില്ല. നമുക്ക് കിട്ടുന്ന ജോലി ആരെങ്കിലും ഉണ്ടാക്കിയാലല്ലേ നമുക്ക് കിട്ടൂ, അല്ലേ? ജോലി താനേ ഉണ്ടാവില്ലല്ലോ. നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ ആ ജോലി നമുക്ക് തരുന്ന എംപ്ലോയർ ആ ജോലി ഉണ്ടാക്കണം. ജോബ് ക്രിയേഷൻ. ഇപ്പോൾ ഒരു മോളിൽ നമ്മളൊരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ മോൾ ഉണ്ടാവണ്ടേ? ഒരു മോൾ ഉണ്ടായാലല്ലേ മോളിൽ സെക്യൂരിറ്റി ജോലി ഉണ്ടാവുള്ളൂ. എന്നാലേ സെക്യൂരിറ്റി ജോലി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം വരെ നമ്മൾ ശീലിക്കുന്നത് ആരോ ജോലി ഉണ്ടാക്കും നമുക്ക് കിട്ടാൻ വേണ്ടി. ഓക്കെ, ഈ ജോലി ഉണ്ടാക്കുന്ന ആളാവാൻ നമുക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അത് മനുഷ്യരുണ്ടാക്കുന്നതാണെന്ന് നമുക്ക് തോന്നുന്നേയില്ല. ശരിയാണോ? അതല്ലേ ഈ ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുമ്പോൾ അതല്ലേ ചെയ്യുന്നത്. ജോലി ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നേ ഇല്ല. അപ്പോൾ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ ജോലി ഉണ്ടാക്കുന്ന ആൾ എന്താണ് പഠിക്കേണ്ടത്? ഏത് കോഴ്സ് പഠിച്ചിട്ടാണ് ജോലി ഉണ്ടാക്കുന്ന ആൾ? എവിടെ അങ്ങനെയാണോ? ജോബ് ക്രിയേഷൻ എന്നൊരു കോഴ്സുണ്ടോ? ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കണക്ക് സെറ്റിൽ ചെയ്യുമ്പോഴത്തേക്കും ചില സ്ഥലത്ത് ബില്ല് കാണില്ല. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ബില്ല് വിൽക്കുന്ന കടവല്ലോ ഉണ്ടോ? സാധനം വാങ്ങിയതിന് ബില്ലില്ല, ബില്ല് മാത്രമായിട്ട് കൊടുക്കുന്ന കടയുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ ബില്ല് വാങ്ങിച്ച കണക്ക് സെറ്റിൽ ചെയ്ത് വിടാമായിരുന്നു. അപ്പോൾ അതുപോലെ ഈ ജോലി ഉണ്ടാക്കുന്ന കോഴ്സ് വല്ലതുണ്ടോ? എങ്ങനെയാണ് ഈ പറയുന്ന പല കമ്പനികളും ജോലി കൊടുക്കുന്നവരായിട്ട് മാറുന്നത്? അപ്പം നമ്മൾ ഒറിജിനൽ തിങ്കിങ്ങിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ പറയുന്ന സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത വാക്ക് ശ്രദ്ധിക്കണം, ഞാൻ പ്രത്യേകം ആവർത്തിക്കുന്ന വാക്കാണ്, ഉണ്ടാക്കിയെടുത്ത അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളെപ്പോഴും അറിവ് നേടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അറിവ് നേടണമെങ്കിൽ ഇതേ പ്രശ്നമുണ്ട്. ആരെങ്കിലും ഉണ്ടാക്കിയ അറിവ് നമുക്ക് നേടാൻ പറ്റും. ഗുരുത്വാകർഷണ നിയമം സ്കൂളിൽ പഠിക്കണം, നമ്മൾ പ്രായോഗികമാണ് പഠിക്കുന്നത്, വേറെ കാര്യം. പഠിക്കണമെങ്കിൽ വേറൊരാൾ ആദ്യം ഈ തിയറി ഉണ്ടാക്കണമല്ലോ. ഗുരുത്വാകർഷണ നിയമം ഉണ്ടാക്കണം, ഗുരുത്വാകർഷണം എങ്ങനെ പ്രവർത്തിക്കുന്ന അറിയണം. അതറിഞ്ഞാലേ റോക്കറ്റ് വിടാൻ പറ്റും. ആ റോക്കറ്റ് മുകളിലെത്തിയാലേ കമ്മ്യൂണിക്കേഷനൊക്കെ സാധ്യമാകും. എന്നാൽ മാത്രമേ ഈ ലൈവ് ടെലികാസ്റ്റും ഒക്കെ നടക്കൂ. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആയാലും ഇപ്പോൾ ഇന്ന് മഴ പെയ്യോ ഇല്ലെന്ന് അറിയണമെങ്കിലോ, മത്സ്യബന്ധന തൊഴിലാളി കടലിൽ പോകുന്നത് സേഫാണോ അല്ലയോ എന്ന് പറയണമെങ്കിലോ ഒക്കെ ഇതവിടെ എത്തണമെങ്കിൽ ഗുരുത്വാകർഷണ നിയമം പഠിച്ച് തുടങ്ങണം. അത് നമ്മളുടെ ഓർമ്മപ്പെടുത്തലെങ്ങും വരില്ല. ഇനി ഇതിനൊരു മറുവശം കൂടിയുണ്ട്. നമ്മൾ പഠിക്കാമെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഹെവിലി ഫോക്കസ്ഡ് ഓൺ ടെക്നോളജിയാണ്. അതാണ് ഈ നല്ല ജോലി കിട്ടുന്ന, നല്ല ശമ്പളം കിട്ടുന്ന ജോലിക്ക് പറ്റിയ കോഴ്സ് ഏത് നോക്കിക്കഴിഞ്ഞാൽ വി ആർ ഹെവിലി ഫോക്കസ്ഡ് ഓൺ എൻജിനീയറിങ്, മെഡിസിൻ. ഇതൊന്നും കിട്ടിയില്ല. ഇപ്പോൾ ഞാനൊരു കോളേജിൽ BSc വിദ്യാർത്ഥികളെ MSc വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ആളാണ്.
ഒരു കുട്ടി BSc വരുന്നത് മറ്റ് കൊള്ളാവുന്ന ജോലിക്കുള്ള കോഴ്സൊന്നും കിട്ടാത്തത് കൊണ്ടാണെന്നാണ് അസംഷൻ. അപ്പോൾ ഞാൻ BSc ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ അടുത്തൊരു സാറ് ചോദിച്ചിട്ടുണ്ട്, എത്ര മാർക്കുണ്ടെന്ന് ചോദിച്ചേക്ക്. നിനക്ക് മാർക്കുണ്ടല്ലോ, പിന്നെന്താ ഇവിടെ വന്നതെന്ന്. സാറ് പഠിപ്പിക്കുന്ന കോളേജിൽ എന്താ വന്നതെന്ന് സാർ എന്നോട് ചോദിക്കും. അപ്പോൾ ആ അധ്യാപകന് അവനവൻ പഠിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ചും ആ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ എന്തായിരിക്കും? നിനക്ക് കൊള്ളാവുന്ന വല്ല കോഴ്സിനും പോക്കൂടാ, ഇതാണ് ചോദ്യം. അതായത് എഞ്ചിനീയറിങ്ങും മെഡിസിനും ഒക്കെ പഠിക്കുന്നതിന് പകരം നീ എന്തിനാണ് BSc ഫിസിക്സിന് വന്നത്? കാരണം നമുക്ക് ജോലി പെട്ടെന്ന് വരണം. ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് മെഡിസിനൊക്കെ പോകുമ്പോൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ഉപയോഗിക്കുന്ന സിദ്ധാന്തങ്ങൾ ആരാ കണ്ടുപിടിക്കുന്നത്? അതേതോ തിയറട്ടീഷ്യന്മാർ കണ്ടുപിടിക്കുന്നു. അതിന് വിലയില്ല. നമ്മൾ സോഴ്സിനെ കുറിച്ച് നമ്മൾ തിങ്കിങ് ഇതാണ്. സൂപ്പർ മാർക്കറ്റിലാണ് നമ്മുടെ പച്ചക്കറിയെക്കുറിച്ചുള്ള ചിന്ത അവസാനിക്കുന്നത്. നമ്മൾ അതിൻ്റെ ബാക്കിലേക്ക് പോകുന്ന പരിപാടിയേ ഇല്ല. ഇനി ഈ സാങ്കേതിക വിദ്യയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ അറിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രകൃതിയെ മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. അത് ചക്രം കണ്ടുപിടിക്കുന്നതായാലും തീ കത്തിക്കാൻ പഠിക്കുന്നതായാലും ഒക്കെ, കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി ആണ് കണ്ടുപിടിക്കുന്നതായാലും മാഗ്നറ്റിക് കോമ്പസ് കണ്ടുപിടിക്കുന്നതായാലും ഒക്കെ, ഇതിനെല്ലാം ഇമ്മീഡിയറ്റ് ഗുണങ്ങളുണ്ട്. നമുക്ക് ആണി കണ്ടുപിടിച്ചാൽ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ സാങ്കേതിക വിദ്യയുടെ പുരോഗതി നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സാംസ്കാരിക പുരോഗതി അല്ലെങ്കിൽ സാമൂഹ്യ ജീവൻ എന്നുള്ള മനുഷ്യൻ്റെ പുരോഗതിയായിട്ട് മാച്ചാണോ? മാച്ചല്ല. എപ്പോഴാണ് TV കണ്ടുപിടിക്കുന്നത്? എത്ര വർഷമായിട്ടുണ്ടാവും? ടെലിവിഷൻ്റെ ഒരു 100 വർഷം പഴക്കമുണ്ട്. 1920കളിലാണ് ടെലിവിഷൻ കണ്ടുപിടിക്കുന്നത്. അമേരിക്കയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടുന്നത് എപ്പോഴാണ്? ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമാണല്ലോ, അല്ലേ? ടെക്നോളജിക്കലി ഡെവലപ്ഡാണ്. അമേരിക്കയിലും UK യിലൊക്കെ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടുന്നത് 1920 ശേഷമാണ്. നമ്മൾ പറഞ്ഞ സ്വിറ്റ്സർലൻഡിലെ സ്വിറ്റ്സർലൻഡിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടുന്നത് 1971 1971 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി വർഷങ്ങൾക്ക് ശേഷമാണ്. നമ്മളിപ്പോഴും പറയുന്നത് ഇവിടെയൊക്കെ എന്തോ ടെക്നോളജിക്കലി ഇവരെല്ലാം അപ്പോഴത്തേക്കും എല്ലാം വന്നു കഴിഞ്ഞു. TV, നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് എപ്പോഴാണ്? 1936 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുമ്പോൾ BBC ഫുട്ബോൾ ലൈവ് റിപ്പോർട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പം സാങ്കേതിക വിദ്യ കയറി വരുമ്പോൾ സമൂഹം ഇങ്ങനെ ഇടിച്ചിടിച്ച് വേച്ചാണ് വരുന്നത്. ഇപ്പോഴും ഈ സ്ത്രീകൾക്ക് വോട്ടവകാശം എന്നുള്ള ഉദാഹരണം എടുക്കാൻ കാരണം പോപ്പുലേഷൻ്റെ പകുതിയാണ് സ്ത്രീകൾ. നമ്മളിപ്പോഴും ട്രെയിനിലൊക്കെ എഴുതി വെച്ചേക്കുക, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ശിക്ഷാർഹമാണ്. ആരോടായി പറയുന്നത്? പുരുഷന്മാരോട്. അതായത് ഒരു ആധുനിക സമൂഹത്തിൽ അവിടുത്തെ പോപ്പുലേഷൻ്റെ പകുതിയോട് പറയുകയാണ് മറ്റേ പകുതിയെ ഉപദ്രവിക്കരുതെന്ന്. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? സാമൂഹിക പുരോഗതി അല്ലേ? നമ്മളെ നാട്ടിൽ കാര്യം ഇവിടെ തുപ്പരുത്. 2025 പ്രബുദ്ധ കേരളത്തിൽ ഇത്രയും സാങ്കേതിക വിദ്യാപരമായിട്ട് അത് ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്നോട്ട് നമ്മൾ പറയാണ് ഇവിടെ തുപ്പരുത്, ഇവിടെ മൂത്രമൊഴുകി. അതായത് എഴുതി വച്ചാലേ ഇതറിയാവൂ. എഴുതി വെക്കുന്നത് ചെയ്യും. അതുകൊണ്ടാണ്. എഴുതി വെച്ചത് കൊണ്ട് ചെയ്യാതിരിക്കുമെന്ന് ഗ്യാരണ്ടിയൊന്നുമില്ല. പക്ഷേ എഴുതി വച്ചില്ല എന്ന് പറയില്ലല്ലോ. അതെനിക്കറിയത്തില്ലായിരുന്നു. ഏത് തിയേറ്ററിൽ എല്ലാവരും വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് മൂത്രം ഒഴിക്കരുതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ചിലപ്പോൾ ഇങ്ങോട്ട് പറയും, നീ സിഗ്നൽ ക്രോസ് ചെയ്താണ് വരുന്നത്. അയ്യോ അതെനിക്ക് റെഡ് സിഗ്നലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. വീട്ടിലോട്ട് കത്തയക്കും, ഇവിടെ ഇത്ര മണിക്ക് റെഡ് സിഗ്നലായിരിക്കും. അത് നോക്കിയാൽ പോരെ. നമ്മളങ്ങനെ ന്യായം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും മിസ്റ്റേക്ക് വരുത്താൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സമൂഹത്തിൻ്റെ പുരോഗതി വേറെ കുറേ കാര്യങ്ങളൂടെ ചേർന്നാണ് തീരുമാനിക്കപ്പെടുന്നത്. ടെക്നോളജി വന്നതുകൊണ്ട് ചിലപ്പോൾ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമാണ് വരാൻ പോകുന്നത്. ഉദാഹരണത്തിന് ടെക്നോളജി വന്നതുകൊണ്ടുണ്ടാകുന്ന ടെക്നോളജി കാരണം വരുമെന്നല്ല, ടെക്നോളജി വന്നതുകൊണ്ട് സമൂഹം പുരോഗതി പ്രാപിക്കുമെന്ന് ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ വ്യാവസായിക വിപ്ലവം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്ന സംഗതി സയൻറ്റിഫിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഡയറക്റ്റ് റിസൾട്ടാണ്. ന്യൂട്ടൺസ് ലോസ് ഉൾപ്പെടെയുള്ള നമ്മൾ സ്കൂളിൽ പ്രാഗിക്കൊണ്ട് പഠിക്കുന്ന സിദ്ധാന്തങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് വലിയ മെഷീനറികൾ ഉണ്ടാക്കാനും മനുഷ്യന് സ്വന്തം ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത വലിയ ജോലികൾ മെഷീനുകളെ കൊണ്ട് ചെയ്യിക്കാനുമുള്ള സാധ്യത നമുക്ക് തുറന്നു കിട്ടുന്നത്. പക്ഷേ അത് സമൂഹത്തിന് മൊത്തത്തിൽ പുരോഗതിയാണോ ഉണ്ടാക്കിയത്? അതാണ് ലേബർ എന്ന് പറഞ്ഞൊരു സങ്കല്പം, ലേബറേഴ്സ് എന്ന് പറഞ്ഞ സങ്കല്പത്തിൻ്റെ പ്രധാന ഉത്ഭവത്തിന് കാരണമായത് തൊഴിലാളികൾ. അപ്പോൾ കുറേ പേര് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാരണം
ഭയങ്കര പണക്കാരായിട്ട് മാറി. അതേസമയം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ചേരികൾ വേറൊരു സൈഡിൽ വളരാൻ തുടങ്ങി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരി എവിടെയാണ്? മുംബൈയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ പണക്കാർ താമസിക്കുന്ന സിറ്റി ഏതാണ്? മുംബൈയാണ്. എന്തുകൊണ്ട് ഈ മുംബൈയിൽ ഇത്രയും ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ചേരി എന്തുകൊണ്ടാണ് ഈ പളപളപ്പള സിറ്റിയുടെ നടുക്ക് വന്നേക്കുന്നത്? എന്തുകൊണ്ട് അവിടെ അതിനെ അവിടുത്തെ പണക്കാർ തടഞ്ഞില്ല? എന്തുകൊണ്ടായിരിക്കും? ഈ പണക്കാരുടെ വീട്ടിൽ ജോലി ചെയ്യണമെങ്കിൽ ഈ സ്ലമ്മിലുള്ള ആൾക്കാർ പോകണം. കാരണം അവർ കുറഞ്ഞ പൈസയ്ക്ക് ജോലി ചെയ്യിക്കണ്ടേ? അതിന് സ്ലമ്മിൻ്റെ അടുത്ത് വേണം, എന്നാലേ ഇത് പറ്റൂ. ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മൾ ഇന്ന് സാങ്കേതിക വിദ്യാപരമായിട്ട് ഒരുപാട് പുരോഗതി പ്രാപിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. അതായത് ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജ് കൊണ്ട് നമ്മൾ സമൂഹത്തിൽ എങ്ങനെ പ്രയോഗിക്കും എന്ന് പറയണം. സ്ത്രീകൾക്ക് വോട്ടവകാശമായാലും അടിമത്തം നിരോധിക്കുന്ന എപ്പോഴാണ്? എത്ര വർഷമായിട്ടുണ്ടാവും? എബ്രഹാം ലിങ്കൺ ആണല്ലോ അല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പല്ലേ? എന്തായാലും വളരെ മുമ്പാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളാണോ ദോഷങ്ങളാണോ ഉണ്ടായത്? അതിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങളുണ്ടായിരുന്നോ? പാടില്ല എന്ന് വാദിച്ചവരില്ലേ? അതെല്ലാവരും എബ്രഹാം ലിങ്കൺ പറയുകയാണ് നാളെ മുതൽ അടിമത്വമില്ല, ഇങ്ങനെ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുകയാണോ ചെയ്തത്? ഇല്ല. എന്തായിരുന്നു മറ്റുള്ളവർക്കുള്ള ന്യായം? എതിർത്തവർക്കുള്ള ന്യായം ഇത് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. കാരണം അടിമകളെ കൊണ്ടായി പണിയൊക്കെ ചെയ്യുന്നത്. അപ്പം ജോലി എഫിഷ്യൻ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അടിമകൾ നല്ലല്ലോ. ഈ താജ്മഹൽ ആയിക്കൊള്ളട്ടെ, ഈ ഗീസയിലെ പിരമിഡുകൾ, ഈജിപ്തിലെ പിരമിഡുകൾ ആയിക്കോട്ടെ, ഇതൊക്കെ ആരാ പണിഞ്ഞ? അവിടുത്തെ ഫറോവയാണോ? നമ്മൾ പറയും താജ്മഹൽ പണി കഴിപ്പിച്ചത് ഷാജഹാൻ. ഷാജഹാൻ ഒരു കട്ട എടുത്ത് വെച്ചായിട്ട് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, അവിടുത്തെ അടിമകളാണ് ചെയ്യുന്നത്. പറയത്തില്ലേ രാജാവിൻ്റെ കാലത്തായിരുന്നെങ്കിൽ ഈ അഴിമതി നടക്കൂലായിരുന്നു. ഓക്കെ, ആ കെട്ടിടത്തിൻ്റെ ഒരു പണിയുണ്ടോ? രാജാവിൻ്റെ കാലത്ത് പണിഞ്ഞതാണെന്ന് പറയും. അഴിമതിയൊന്നുമില്ല. പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാതെ ഷുഗർ ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. ബ്ലഡും ടെസ്റ്റ് ചെയ്തിട്ടില്ല, എനിക്ക് ഷുഗർ ഇല്ല. ടെസ്റ്റ് ചെയ്യാൻ സംവിധാനം വേണ്ട. രാജാവിൻ്റെ കാലത്ത് വിജിലൻസ് ഉണ്ടോ അഴിമതി കണ്ടുപിടിക്കാൻ? ഇല്ല. അപ്പോൾ അടിമയെടുത്ത് ഈ കല്ലെടുത്ത് അവിടെ വയ്ക്കണമെന്ന് പറഞ്ഞാൽ അടിമ എടുത്ത് വെച്ചേ പറ്റില്ലെങ്കിൽ അടിമയുടെ തല പോവും. ഇപ്പം അങ്ങനെയല്ല, കൂലി കൊടുക്കാതെ കല്ലെടുത്ത് വെക്കാൻ പറഞ്ഞാൽ ഇയാൾ പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് പോവും. അതാണ് വ്യത്യാസം. പിന്നെ ആൾക്കാർ പറയത്തില്ല ഇന്നത്തെ കാലത്ത് ജോലിക്കൊന്നും ആളെ കിട്ടുന്നില്ല. ഉദ്ദേശിക്കുന്നത് എന്താ? കൂലി കൊടുക്കാതെ അല്ലെങ്കിൽ തുച്ഛമായ പൈസയ്ക്ക് ഈ പണി ചെയ്യാൻ ആരും വരുന്നില്ല. എല്ലാ അവന്മാർക്കും ഭയങ്കര കൂലി. ആളുകൾക്ക് പൈസ കിട്ടുന്നത് നമുക്ക് സഹിക്കില്ല. അപ്പോൾ ഈ സാങ്കേതിക വിദ്യ പുരോഗതി പ്രാപിക്കുമ്പം കുറേ പേർക്ക് അത് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ പവർ അവർക്കാണ് കിട്ടുന്നത്. കുറേ പേർക്ക് അത് നഷ്ടം വരും. കാരണം ഈ പവർ അവർക്കെതിരെ ഉപയോഗിക്കപ്പെടാം. അപ്പോൾ അടിമത്തം നിരോധിക്കുമ്പോൾ ഇവിടെ സതി നിരോധിച്ചപ്പം അതിനെതിരെ പ്രക്ഷോഭം ഉണ്ടായിട്ടെന്ന് അറിയാമല്ലോ അല്ലേ? ഭർത്താവ് മരിക്കുമ്പോൾ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ഭാര്യ മരിക്കണം എന്നുള്ളതാണ് സതി. അതിനെതിരെ സ്ത്രീകൾ ഉൾപ്പെടെ സമരം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ മൂല്യങ്ങൾക്ക് എതിരാണ്. നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ചരിത്രമുണ്ട്. നമുക്ക് കുറച്ച് മുമ്പോട്ട് ആലോചിച്ചാലേ ഈ പ്രശ്നം മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ, വിപ്ലവങ്ങളുടെയും കഥ നാളെ ഇതുപോലെ ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ടുള്ള സെമിനാറിൽ ഇതുപോലെ ആരെങ്കിലും പറയും. അപ്പോൾ നമ്മുടെ ആക്ഷൻസ് എന്ത് റിസൾട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നത് വളരെ പതിയെ മാത്രം നടക്കുന്ന മാറ്റങ്ങളാണ്. ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. പക്ഷേ കുറേ പേരെങ്കിലും ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള അറിവും സമൂഹത്തിൻ്റെ പൊതുവെയുള്ള നടത്തിപ്പിനെ കുറിച്ചുള്ള അറിവും വെച്ച് ചിലപ്പോൾ മുൻകൂട്ടി പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിനാരെങ്കിലും ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ എന്ത് വേണം? അറിവിനെ വാല്യൂ ചെയ്യാൻ പഠിക്കണം. അറിവിനെ വാല്യൂ ചെയ്യാൻ പഠിക്കണമെങ്കിൽ അറിവ് കണ്ടാൽ മനസ്സിലാവണം ഇത് അറിവാണ്. അതെങ്ങനെയാണ് നമ്മുടെ നാട്ടിലത്? നമ്മൾ ഒരാൾക്ക് അറിവുണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? താടി, ഡ്രസ്സിൻ്റെ കളർ, എന്ത് വെച്ചിട്ടാണ്? നമ്മൾ പൊതുവിൽ ഉപയോഗിക്കുന്ന മാനദണ്ഡം സംസാരത്തിലെ കോൺഫിഡൻസാണ്. പ്രത്യേകിച്ച് സംശയമൊന്നുമില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിരിക്കും. ഇപ്പം ഞാൻ കേട്ട ഒരു ഉദാഹരണം, ഒരു കല്യാണ വീട്ടിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പൊതുവെ ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ സംസാരിക്കത്തില്ല. ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആൾക്കാരെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഒരാൾ പരിണിത പ്രജ്ഞനെന്ന് തോന്നിക്കുന്ന പ്രായമുള്ള ഒരാൾ സംസാരിക്കുകയാണ്. 40 മരത്തിൻ്റെ പട്ട ക്യാൻസറിന് അത്യുത്തമമാണ്. അപ്പോൾ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർ ഓഹോ ഇങ്ങനെ ഇതിനെയാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ വിളിക്കുന്നത് കത്തി വളർത്തികൾ എന്നാണ്. അതായത് ഒരാൾ കത്തി വയ്ക്കുമ്പം നമ്മൾ ഇതങ്ങ് തീർന്നിരുന്നെങ്കിൽ മതി ആയിരിക്കുമ്പോഴത്തേക്ക് ഒരാൾ എന്നിട്ട് ചോദിക്കത്തില്ലേ, അത് ഈ കത്തി നിൽക്കാൻ സമ്മതിക്കത്തില്ല, അവർ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും. ഈ പുള്ളി അങ്ങ് 40 മരത്തിൻ്റെ പട്ടയെക്കുറിച്ചും
ക്യാൻസറിനെ കുറിച്ചൊക്കെയുള്ള പുള്ളിയുടെ അറിവ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഇതിലെ പ്രശ്നം മനസ്സിലാവുന്നുണ്ടോ? നാൽപ്പാമരം എന്ന് പറഞ്ഞാൽ 4 മരങ്ങളാണ്. അത്തി, ഇത്തി, അരയാൽ, പേരാൽ, 4 മരക്കും കൂടെ ഒരേ പട്ട ഉണ്ടാവില്ല. ആയുർവേദത്തിൽ 4 മരങ്ങളെ ചേർത്താണ് നാൽപ്പാമരം എന്ന് വിളിക്കുന്നത്. പക്ഷേ നമ്മൾ പറയുന്ന കക്ഷിക്ക് ഒരു സംശയവുമില്ല, ഇത് ഏതോ ഒരു മരമാണ്, അതിൻ്റെ പട്ട. അത് ക്യാൻസറിന് അത്യുത്തമമാണ്. ക്യാൻസർ എത്ര തരമുണ്ട്! ഒരൊറ്റ രോഗമാണ് ക്യാൻസർ എങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ മനസ്സിലാക്കാമായിരുന്നല്ലോ. ഇത് പല ക്യാൻസറും പല രൂപത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അത് അറിഞ്ഞാലല്ലേ ഉള്ളൂ ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നത്. ഇല്ലെങ്കിൽ ക്യാൻസർ എന്നൊരു രോഗം, ഓക്കെ, നാൽപ്പാമരത്തിൻ്റെ പട്ട, ഓക്കെ, പരിഹരിക്കുന്നു. ഇതാണ് ലൈൻ. ഓക്കെ. ഈ ചുറ്റുമിരിക്കുന്ന ആൾക്കാരോ, ഈ പുള്ളിയുടെ സ്വരത്തിൽ അല്പം പോലും സംശയമില്ല, അപ്പോൾ ശരിയായിരിക്കും. നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയാണ്. നമുക്ക് രണ്ടാമതൊരു ചിന്തയില്ല, ഇത് ശരിയാകുമോ? ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം, ചുറ്റും ഒരുപാട് ക്യാൻസർ രോഗികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ചികിത്സയായിരുന്നു, ഓരോ തരം രോഗലക്ഷണങ്ങളായിരുന്നു, ഓരോ തരത്തിലാണ് ആ രോഗം ചികിത്സിച്ചതും ഭേദമായതും അല്ലെങ്കിൽ ആ രോഗത്തിന് രോഗി അടിപ്പെട്ടതും. നമുക്കതിലൊന്നും ആ സമയത്ത് നമ്മളിതൊന്നും ആലോചിക്കുന്നേ ഇല്ല. കാരണം ഈ മനുഷ്യന് ഭയങ്കര കോൺഫിഡൻസാണ്. നമ്മളിതിന് അപ്പോൾ അറിവുള്ള നമ്മൾ പൊതുവെ പറയുമല്ലോ, ഈ സ്വർണ്ണം പഴയ സിനിമയിലൊക്കെ സ്ഥിരം ഉണ്ടായിരുന്നു. സ്വർണ്ണം പണയം വെക്കാൻ കൊണ്ടുവരുമ്പം സ്വർണ്ണം എടുത്ത് ഇങ്ങനെ ഉരച്ചു നോക്കും, എന്നിട്ട് നോക്കിയിട്ട് പറയും ഇത് മുക്കുവേണ്ടതാണ്. നമ്മളുടെ കയ്യിലാണ് ഇങ്ങനെ ഒരാൾ സ്വർണ്ണം കൊണ്ടുവരുന്നതെങ്കിൽ നമ്മൾ എത്ര ഉരക്കേണ്ടി വരും ഇത് മുക്കുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ? എത്ര പേർക്ക് കോൺഫിഡൻസ് ഉണ്ട് കിട്ടിയ സാധനം ഉരച്ചു നോക്കിയിട്ട് സ്വർണ്ണമാണെന്ന് പറയാൻ പറ്റും? അല്ലേ? നമ്മൾ വിചാരിക്കും ആർക്ക് ഉരച്ചാലും ഇത് ശരിയാവും. അതൊരു സിനിമയിലൊരു സീനുണ്ട്, രഞ്ജി പണിക്കർ ഈ കാറ് കേടാകുമ്പം നേരെ ഇറങ്ങി വന്നിട്ട് ഈ ബോണറ്റ് തുറന്ന് ഇങ്ങനെ പൊക്കി വയ്ക്കും. അപ്പം മോള് ചോദിക്കും, അച്ഛനിത് വല്ലതും അറിയാമോ? അറിഞ്ഞിട്ടാണോ ഇതെല്ലാവരും പൊക്കുന്നതല്ലേ? എന്താ കേടന്ന് കണ്ടുപിടിക്കണം. പിന്നെ ബോണറ്റ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്തു എന്നൊരു തോന്നൽ നമുക്ക് വരും. അതുപോലെ സ്വർണ്ണമാണെന്ന് പറയുമ്പോൾ നമ്മൾ ഉരച്ചു നോക്കി, പക്ഷേ ഉരച്ചു നോക്കിയിട്ട് സ്വർണ്ണമാണോ അല്ലെന്ന് പറയണമെങ്കിൽ ഒറിജിനൽ സ്വർണ്ണം വരച്ചാൽ എങ്ങനെ ഇരിക്കും നല്ല ധാരണ വേണം. അപ്പോൾ ഒരാൾ എന്തോ വിഷയത്തെക്കുറിച്ച് ഭയങ്കര സംസാരം, ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാമെങ്കിലേ സംശയമെങ്കിലും തോന്നും. ഓക്കെ. അതിനെക്കുറിച്ച് നമുക്ക് എന്തറിയാമെന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 90% മാർക്കും ആ വിഷയത്തിലുള്ള അറിവും. ആർക്കും അങ്ങനെ ഒരു കോൺഫിഡൻസ് പറയാൻ പറ്റുന്ന, ഈ കോൺഫിഡൻസ് കുറയുകയാണോ കൂടുകയാണോ? എന്താ നമ്മൾ ചുറ്റും നോക്കി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആരും പറഞ്ഞു തരാതെ പുസ്തകത്തിൽ വായിക്കാൻ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവുമല്ലോ. എനിക്ക് നിങ്ങളുടെ ധാരണ അറിയാനാണ് ഈ ഒരു വ്യത്യാസം, മാർക്കും അറിവും തമ്മിലുള്ള വ്യത്യാസം കൂടുകയാണോ കുറയുകയാണോ? കൂടുക. എന്തായിരിക്കും കാരണം? മാർക്ക് കൂടുന്നുണ്ട്, അറിവ് അത് പറ്റില്ല അല്ലേ? അപ്പം അതിന് കാരണം വേണ്ടേ? അറിവ് കുറയാൻ എന്താണ് കാരണം? കാരണം ഇന്ന് അറിവുകളുടെ സ്രോതസ്സ് കൂടുതലാണ്. നമുക്ക് എന്ത് വിഷയം പഠിക്കാനുള്ള സോഴ്സ് നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അറിവ് കൂടുതലല്ലേ വേണ്ടത്? അതാണ് അവിടുത്തെ പ്രശ്നം. അറിവ് താനേ കൂടില്ല, പഠിക്കണം. നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ കാര്യം, ഈ പഠിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ പക്ഷേ പഠിക്കാനല്ല ശ്രമിക്കുന്നത്, നമ്മൾ മാർക്ക് വാങ്ങിക്കാനാണ് നോക്കുന്നത്. സങ്കല്പം എന്ന് പറഞ്ഞാൽ കൂടുതൽ അറിയാവുന്നവർക്ക് കൂടുതൽ മാർക്ക് കിട്ടുമെന്നാണ്. പക്ഷേ റിയാലിറ്റി അതാണോ? മാർക്കും അറിവും തമ്മിൽ ബന്ധമില്ല. നമ്മളതിനെ രണ്ടാക്കി സെപ്പറേറ്റ് ചെയ്തു. മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പഠിച്ച കാര്യം അതെങ്ങനെ അറിയാൻ പറ്റും? ഇപ്പോൾ ഒരു പണ്ട് കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. ഇപ്പോൾ റോഡ് സൈഡിൽ നിന്നപ്പോൾ ഒരാൾ പിക്കാസിന് ഒരാളിങ്ങനെ കുഴിച്ച് പോവാണ് റോഡിൻ്റെ സൈഡിൽ. പുറകെ വരുന്ന ആൾ ഈ കുഴി മൂടി വരികയാണ്. വേറെ ഒന്നുമില്ല, ഒരാൾ കുഴിക്കുന്നു, വേറൊരാൾ മൂടുന്നു. അപ്പോൾ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കൊരു സംശയമാണ്, ഇതെന്താ സംഭവം? അപ്പോൾ അവർ അല്ല, നിങ്ങൾ ഈ കുഴിച്ച ഉടനെ മൂടി പോകുന്നേ, അത് ഇതിനിടയ്ക്ക് കേബിൾ ഇടുന്ന ഒരുത്തമുണ്ടായിരുന്നു, അവ ഇന്ന് ലീവാണ്. എന്താ മോറൽ ഓഫ് ദ സ്റ്റോറി? ഈ ജോലി എന്തിനാണെന്ന് അവർ ആലോചിക്കുന്നില്ല. ചെയ്യാൻ പറഞ്ഞു ചെയ്യുമോ? അവനോട് തോന്നി നീ കുഴിക്കണം, മറ്റവനോട് തോന്നിയിട്ടുണ്ട് നീ കേബിളിട്ട് പോകണം, നീ കുഴി മൂടി വരണം. ഒരു ദിവസം കേബിൾ ഇടുന്ന ലീവ്. അപ്പോൾ കേബിൾ ഇടാൻ പറ്റില്ല, കുഴി നടക്കുന്നുണ്ട്, മൂടലും നടക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നത് ഇതുപോലെ. എന്തിനാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ടീച്ചർ പറഞ്ഞ് ഇത് ചോദിച്ചാൽ ഇത് എഴുതി വെക്കണം, ഇത് ചോദിച്ചാൽ ഇത് എഴുതി വെക്കണം, ഇതാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് എഴുതി വെക്കണം. ഇതൊന്നും അല്ലാത്ത എന്താണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് കരയണം.
അതാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഇത് പഠിപ്പിച്ചില്ല. പിറ്റേന്ന് പത്രത്തിൽ വാർത്തയിൽ വരും, എന്ത് ഔട്ട് ഓഫ് സിലബസ്, കുട്ടികളെ വലച്ചു കെമിസ്ട്രി പരീക്ഷ. അല്ലേ? കുട്ടികളെ ഒരിക്കലും വലയ്ക്കാൻ പാടില്ല. അല്ലേ? കുട്ടികളെ വലയ്ക്കാൻ പാടില്ല. എന്താണ് ഈ വലച്ചതിൻ്റെ എങ്ങനെയാണ് വലച്ചത്? സ്വന്തമായിട്ട് ആലോചിക്കാൻ പറഞ്ഞു, അതാ പറ്റിയത്. അങ്ങനെ വലയ്ക്കരുത്. എന്നിട്ട് ഈ കുട്ടികളെ വലച്ചതായിട്ട് പരീക്ഷയിൽ വാർത്ത എഴുതുന്ന ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത്? കുട്ടിയെ കെട്ടിയിട്ട് പീഡിപ്പിക്കണം, ചെയ്യാം, അറിഞ്ഞുകൂടാത്ത കാര്യം ചെയ്യിപ്പിക്കണം. അത് നമ്മൾ ഈ ആനപ്രേമികളുടെ കാര്യം പറഞ്ഞല്ലാണ്. കാട്ടിക്കിടക്കുന്ന ആനയെ കൊണ്ടുവന്ന് ചങ്ങലയ്ക്ക് ഇട്ട് ചട്ടമുറിവുണ്ടാക്കി വേദനിപ്പിച്ച് നട്ട വെയിലത്ത് ടാറിട്ട റോഡിൽ കൂടെ നടത്തിയിട്ടാണ് പറയുന്നത് ആനപ്രേമി. അപ്പോൾ ആന പറയുന്നുണ്ടാവും, ചേട്ടൻ്റെ പ്രേമം ഇപ്പം കുറയ്ക്കാൻ പറ്റുമോ? അല്ലേ? ഇത്രയും പ്രേമം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നായിരിക്കും ആന പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ വിളിക്കും. അതുപോലെയാണ് കുട്ടികളെ വലയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ഇതുപോലെയാണ്. കുട്ടികളെ പല സ്കൂളുകളിലും ഗ്രൗണ്ടില്ല. തിരുവനന്തപുരം സിറ്റിയിലൊക്കെ പല സ്കൂളുകളിലും ഗ്രൗണ്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. മൂത്രം ഒഴിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ പെർമിഷൻ ചോദിച്ച് 3 ലെവൽ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ടേ പോകാൻ പറ്റും. മൂത്രത്തിന് അറിയാമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെയാണ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്നൊക്കെയാണ് പറയുന്നത്. ഇൻ്റർനാഷണൽ സ്കൂൾ. വേറൊരു വാക്കുണ്ട്, പബ്ലിക് സ്കൂൾ. പബ്ലിക്കിന് അങ്ങോട്ട് എത്തി നോക്കാൻ പോലും പറ്റത്തില്ല. പേര് പബ്ലിക് സ്കൂൾ. നമ്മൾ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ സായിപ്പ് ഇടുന്ന രീതിയിൽ പിള്ളേർ ഡ്രസ്സിട്ട് പോകുന്ന സ്കൂൾ. ഏത്? തണുത്ത പ്രദേശത്ത് കിടക്കുന്ന സായിപ്പ് കോട്ടും സൂട്ടും ഇട്ട് പോകുന്ന സാധനം ഇവിടെ ചൂടത്ത് ഈ കൊച്ചിൻ്റെ മുകളിൽ 3 ലെയർ ഡ്രസ്സ് ഇട്ട് ഷൂസും ടൈയും ഒക്കെ വച്ച് കെട്ടി ഒരു ബാഗും പിടിപ്പിച്ച് കോർപ്പറേഷൻ വണ്ടി വേസ്റ്റ് എടുത്ത് പോകുന്നത് പോലെ സ്കൂൾ ബസ് വന്ന് മുറ്റത്തുനിന്ന് പിള്ളേരെ ഇങ്ങനെ പെറുക്കിക്കൊണ്ട് പോകും. അല്ലേ? അങ്ങനെയല്ലേ പോകുന്നത്? റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ്. ഞാൻ സിറ്റിയിൽ ഇത് കോമൺ ആണ്. കുട്ടിയും ഗ്രാൻഡ് പാരൻറ്റും കൂടെ, അമ്മയ്ക്കും അച്ഛനും വേറെ പണിയുണ്ട്. ഈ ഫ്രണ്ടിൽ കൊച്ചിനെ കൂടി ഇങ്ങനെ നിൽക്കും. ഒരു ബസ് വരും. ആ ബസ്സിൽ നിന്നും കിളി പുറത്തിറങ്ങും. ഈ കൊച്ചിനല്ല പൊതുവെ ബാഗിനെയാണ് എടുക്കുന്നത്. കൊച്ചതിൽ തൂങ്ങി കിടപ്പുണ്ടാവും. അത് എടുത്തകത്ത് വയ്ക്കും. എന്നിട്ടത് സ്കൂളിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. വൈകുന്നേരം സമയമാകുമ്പം സ്കൂളിലേക്ക് ഇതെടുത്തിട്ട് കൊണ്ടുവന്ന് വീട്ടിൽ ഡെലിവറി ചെയ്തിട്ട് അങ്ങ് പോകും. പിറ്റേന്ന് രാവിലെ ഈ പ്രോസസ്സ് ആവർത്തിക്കും. ഇതെല്ലാം അഡ്വക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പറയുന്നത്. ചിന്തിക്കാൻ പറയരുത്. അത് കുട്ടിയെ വലയ്ക്കുന്നതായിപ്പോൾ. ഈ കുട്ടിയാണ് വളർന്ന് നാളത്തെ പൗരന്മാരാകുന്നത്. അല്ലേ? എന്നിട്ട് കുട്ടിയോട് നാടിനെ അങ്ങ് ഭരിച്ചോളാൻ പറയും. കുട്ടി എന്ത് വെച്ച് ഭരിക്കും? അതിന് നാടിനെ വലയ്ക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയണം. അതിനെന്ത് പരിഹാരങ്ങളാണെന്നറിയണം. ഓക്കെ, എന്ത് ചെയ്താൽ എന്ത് നടക്കും എന്നറിയണം. എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്നറിയണം. ഇതെങ്ങനെ പഠിക്കുന്നത്? കാരണം ഇത് പരീക്ഷയ്ക്ക് പഠിക്കുന്നില്ലല്ലോ. ഏതെങ്കിലും സ്കൂളിൽ സിലബസിലുണ്ടോ ആരോഗ്യ പ്രശ്നം പരിഹരിക്കുന്ന വിധം? ഇല്ല. അത് അതുവരെ പഠിച്ച ലോകത്തെക്കുറിച്ചുള്ള അറിവ് വെച്ച് സ്വന്തമായിട്ട് പരിഹരിക്കണം. സിലബസിലുള്ള ക്വസ്റ്റ്യൻ അല്ല ജീവിതത്തിൽ വരുന്നത്. സിലബസിലുള്ള ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് മാത്രമേ വരൂ. ജീവിതം എന്ന് പറഞ്ഞ പരീക്ഷ പിന്നെയും കിടക്കുകയാണ്. അവിടെ സിലബസ് ഇല്ല. ആ സിലബസിലേക്ക് പഠിക്കണമെങ്കിൽ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാൻ പറ്റണം. അതിന് വേണ്ട സാധനമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്, ശാസ്ത്രബോധം. അത് ബോധത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ബോധം എവിടെ ഇരിക്കുന്നത്? ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? എന്തൊക്കെ തരം ബോധങ്ങളുണ്ട്? നർമ്മബോധം, ചരിത്രബോധം. കാരണം ഇത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പം ഈ ബോധം വെച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അറിവ് വെച്ചല്ല, ബോധം വെച്ച് ആലോചിക്കും. നമുക്ക് ഈ ബോധത്തിൻ്റെ ഭാഗമായാലും അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ നർമ്മബോധത്തിന് ഉദാഹരണം പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ തമാശ മനസ്സിലാവില്ലല്ലോ. ഇപ്പോൾ കലാബോധം. ഒരാൾ എനിക്ക് നേരിട്ട് കേട്ടിട്ടുള്ള ചോദ്യമാണ്. ഞാനൊരു സ്ഥലത്ത് ടൂർ പോയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ കായലിങ്ങനെ കിടക്കുന്നുണ്ടപ്പോഴത്തേക്കും ഞാനിങ്ങനെ കായലിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നപ്പോൾ എൻ്റെ കൂട്ടർ എന്ത് നോക്കിക്കുന്നു ചോദിച്ചു. ഇച്ചിരി ഒരു എപ്രാളക്കാരനാണ്. ഞാൻ ഈ കായലിൻ്റെ ഭംഗി ഇങ്ങനെ ഇതിപ്പോൾ ഇത് കുറേ വെള്ളം കിടക്കുന്നു. ഞാൻ എങ്ങനെ അവന് വിശദീകരിച്ചു കൊടുക്കും ഇത് ഞാൻ എന്താണ് ആസ്വദിക്കുന്നതെന്ന്? അവൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കുറേ വെള്ളം, ഇത് തന്നെയല്ലേ എൻ്റെ വീട്ടിൽ ബക്കറ്റിൽ ഇരിക്കുന്നത്, അത് കുറച്ച് കൂടുതലുണ്ട്, ഇപ്പോൾ ഇത് നോക്കി നിൽക്കാൻ അല്ല. നമ്മളത് അതുപോലൊരു ബോധമാണ് ഈ ശാസ്ത്രബോധം. കുറേ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും, പക്ഷേ ആ ശാസ്ത്രം നമുക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ, പ്രയോഗിക്കാൻ അറിഞ്ഞൂടാ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മാർക്കിന് വേണ്ടി മാത്രമാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നെനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല.
അത് പറഞ്ഞ് എഴുതി വിതരണം ചെയ്യാൻ പറ്റുന്ന സാധനമായിരുന്നെങ്കിൽ സമൂഹത്തിൽ ശാസ്ത്രബോധം പരത്താൻ ഭയങ്കര എളുപ്പമാകുമായിരുന്നു. നമുക്കത് പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് പഠിക്കുകയാണ് പല പല വിഷയങ്ങളിൽ ചെയ്യുന്നതെന്നും ആ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ടെന്നും ഒരു സ്ഥലത്ത് സോഷ്യൽ സയൻസ് നമ്മൾ പഠിക്കുന്നത് ഗവൺമെൻറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, കോടതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, വേറൊരു സൈഡിൽ പരിസ്ഥിതി പഠനം എൻവയോൺമെൻറ്റൽ സയൻസ്, വേറൊരു സൈഡിൽ ഫിസിക്സ്, കെമിസ്ട്രി. പക്ഷേ ഒന്ന് അന്വേഷിച്ച് പോയാൽ എല്ലാം നമുക്ക് ചുറ്റുമുള്ള സാധനങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. തമ്മിൽ ബന്ധമുണ്ട്. കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ ഒരേ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആളുകൾ ഇത് കെമിസ്ട്രി സാർ പഠിപ്പിച്ചാണല്ലോ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും. അത് ഇവർ തമ്മിൽ എന്തെങ്കിലും രഹസ്യധാരണ ഉള്ളതുകൊണ്ടല്ല, ഒരേ ലോകത്തെക്കുറിച്ചാണ് പഠിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ. വിദ്യാഭ്യാസം മാർക്കിനല്ല. ശാസ്ത്ര പഠനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠനമാണ്, ഓർത്ത് വെക്കലല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലിരിക്കും. കഴിഞ്ഞ ആഴ്ച കണ്ട സിനിമയുടെ കഥ ഓർമ്മയിലുണ്ട്. അത് സിനിമാ ബോധമാവില്ല, അത് സിനിമയെക്കുറിച്ചുള്ള ഓർമ്മയേ ആവും. അതുപോലെ സ്കൂളിൽ സയൻസ് പഠിച്ചത് ഓർമ്മയുള്ളത് കൊണ്ടും ആ ഓർമ്മയിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യത്തിന് ഉത്തരമായിട്ട് എഴുതിയത് കൊണ്ടും അത് നമ്മുടെ ബോധമാവില്ല. ബോധമാണ് പ്രവർത്തിക്കുന്നത്. ബോധം പ്രവർത്തിച്ചാലേ നമുക്ക് ഇത് വോട്ടവകാശം ആകുമ്പോൾ 18-ാം വയസ്സിൽ ഉണ്ടാകേണ്ടതല്ല. കാരണം മനുഷ്യൻ ഒരു ദിവസം ഉണ്ടാകുന്ന ആളല്ലല്ലോ. ജനിക്കുന്ന കുഞ്ഞു പോലും അപ്പോൾ ഉണ്ടായതല്ല, അല്ലേ? ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ ജനിക്കുന്നൊരു കുഞ്ഞ് തലേന്നാണോ അമ്മയുടെ വയറ്റിലെത്തിയത്? ഇല്ല, ഇതൊരു പ്രോസസ്സാണ്. അതുപോലെ തന്നെയാണ് മുതിർന്ന പൗരന്മാരുണ്ടാകുന്നത്. നമ്മളെപ്പോഴും ഇനി എന്നാണ് വലുതാവുന്നതെന്നാണ് ചിലപ്പോൾ ഈ കൂട്ടത്തിരിക്കുന്ന ചെറുപ്പക്കാർ ആലോചിക്കുന്നത്. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, വലുതൊന്നും ആവില്ല. നമ്മളെല്ലാ കാലത്തും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഒരു തമാശ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ദ കമ്മിങ് ജനറേഷൻ എന്നൊരു ചോദ്യത്തിന് ഫേമസ് ആയിട്ടുള്ള ഉത്തരവുണ്ട്. എന്താണെന്നറിയാമോ? ഡോണ്ട് കം. ഞാനത് പറയൂല, പക്ഷേ ലോകത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പൺ മൈൻഡോട് കൂടിയാണ് നമ്മൾ വളരുന്നതെങ്കിൽ എന്ത് പ്രശ്നവും നമ്മൾ പരിഹരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് പരിഹരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നിൽക്കും. അത് നമ്മുടെ ട്രെൻഡാണ്. നമ്മൾ അതുകൊണ്ടാണ് ബാഹുബലിയെ പോലെ ഹീറോ വരുന്നതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ആരും വരാൻ പോകുന്നില്ല. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ തന്നെ പരിഹരിക്കണം. അപ്പോൾ ഇത് നെഗറ്റീവാണോ പോസിറ്റീവാണോ നിങ്ങൾക്ക് എടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞ് മറ്റ് അഭിപ്രായങ്ങളൊന്നും മുമ്പോട്ട് വെക്കാതെ ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നന്ദി. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നമുക്കത് അഡ്രസ്സ് ചെയ്യാം. ചോദ്യമുണ്ടെങ്കിൽ മാത്രം. ഞാൻ സയൻസ് ടീച്ചർ ആയതുകൊണ്ട് അറിഞ്ഞുകൂടാന്ന് സമ്മതിക്കാൻ ഒരു ഉളുപ്പുമില്ല. അതുകൊണ്ട് എന്തും ചോദിക്കാം. ഓക്കെ, താങ്ക് യു.